4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകം പതുക്കെ ഒരു സത്യം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിനി വെറുമൊരു യുദ്ധവാർത്തയല്ല. ഓരോ ദിവസവും പുറത്തുവരുന്ന സംഭവങ്ങൾ അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ ഭൂപടം തന്നെ നിശബ്ദമായി എന്നാൽ ആഴത്തിൽ പുനർരചന ചെയ്യപ്പെടുന്ന സൂചനകളാണ് നൽകുന്നത്. ഒരു കാലത്ത് സ്ഥിരമെന്ന് കരുതിയിരുന്ന ശക്തികേന്ദ്രങ്ങളും സഖ്യങ്ങളും ഇന്നത്ര ഉറപ്പുള്ളതല്ല. ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാമെന്ന പാശ്ചാത്യ ആത്മവിശ്വാസം യുദ്ധം നീളും തോറും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ മാറ്റങ്ങളുടെ നടുവിലാണ് റഷ്യ-ഇറാൻ ബന്ധത്തിന്റെ കഥ. യുദ്ധത്തിന്റെ തുടക്കകാലത്ത് ഈ ബന്ധം വെറുമൊരു നയതന്ത്ര സൗഹൃദം മാത്രമായാണ് പലരും കണ്ടത്. പരസ്പരം കൈകൊടുത്തു നിൽക്കുന്ന രണ്ടു രാജ്യങ്ങൾ, അത്രമാത്രം. എന്നാൽ ഇന്ന് ആ ചിത്രം പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ തുറന്നും ആഴത്തിലും സൈനിക തന്ത്രപരമായ പങ്കാളിത്തമായി വളർന്നിരിക്കുകയാണ്. ഇത് വെറും ആയുധ ഇടപാടുകളിലോ സൈനിക സഹായത്തിലോ ഒതുങ്ങുന്ന സഹകരണമല്ല എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക രംഗം മുതൽ ഊർജ്ജ വിതരണം വരെ, വ്യാപാര പാതകളിൽ നിന്ന് നയതന്ത്ര വേദികളിലെ പരസ്പര പിന്തുണ വരെ റഷ്യ ഇറാൻ കൂട്ടുകെട്ട് പല തലങ്ങളിലായി ശക്തിപ്പെടുകയാണ്. ഈ മാറ്റങ്ങൾ എവിടെയെത്തും, ആരെല്ലാം അതിന്റെ കേന്ദ്രത്തിൽ എത്തുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഒരു പാശ്ചാത്യ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വിലയിരുത്തൽ പ്രകാരം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നയിക്കുന്ന റഷ്യ യുക്രൈനിലെ സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇറാനിൽ നിന്ന് ഏകദേശം $3 ബില്യൺ മിസൈലുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും വാങ്ങിയിട്ടുണ്ട്. യുദ്ധം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പ് 2021 ഒക്ടോബർ മുതൽ തന്നെ റഷ്യയും ഇറാനും തമ്മിൽ ബാലിസ്റ്റിക് മിസൈലുകളും കരയിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലുകളും ഉൾപ്പെടുന്ന വൻ കരാറുകൾ നിലവിലുണ്ടായിരുന്നുവെന്നും അവയുടെ മൂല്യം ഏകദേശം $2.7 ബില്യൺ ആണെന്നും ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഈ കരാറുകളുടെ ഭാഗമായി നൂറുകണക്കിന് ഫാത്ത് 360 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, അതിനു പുറമെ ഏകദേശം 500 മറ്റ് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, കൂടാതെ വിമാനവിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 200-ലേറെ ഉപരിതല വായു മിസൈലുകൾ എന്നിവ റഷ്യ സ്വന്തമാക്കിയതായാണ് വിലയിരുത്തൽ. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതോടെ റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വേഗത്തിൽ അടുത്തായി. ഈ യുദ്ധം റഷ്യക്കെതിരെ വ്യാപകമായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കാണ് വഴിവെച്ചത്. ശീതയുദ്ധത്തിന് ശേഷം പാശ്ചാത്യ ലോകവുമായുള്ള റഷ്യയുടെ ഏറ്റവും കടുത്ത ഏറ്റുമുട്ടലായി ഇത് മാറുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്നുമുള്ള ആയുധ വിതരണങ്ങൾ റഷ്യക്ക് നിർണായകമായ പിന്തുണയായി മാറുന്നത്. വിലയിരുത്തലുകൾ പ്രകാരം മിസൈലുകൾ മാത്രമല്ല, ദശലക്ഷക്കണക്കിന് വെടിക്കോപ്പുകളും ഷെല്ലുകളും ഇറാൻ ഇതിനകം തന്നെ റഷ്യക്ക് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ ഇനിയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഇതുവരെ പുറത്തുവന്ന കണക്കുകൾ റഷ്യ ഇറാനിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങളുടെ മുഴുവൻ മൂല്യവും പ്രതിനിധീകരിക്കുന്നില്ലെന്നും വിദഗ്ധർ പറയുന്നു. 2023 തുടക്കത്തിൽ ഒപ്പുവെച്ച $1.75 ബില്യൺ മറ്റൊരു കരാറിന്റെ ഭാഗമായി ഗെരാൻ 2 എന്ന പേരിൽ റഷ്യയിൽ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന ഷാഹെദ് 136 കാമികാസെ ഡ്രോണുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയും ഇറാൻ കൈമാറിയിരുന്നു. യുക്രൈനിലെ ഖാർഗീവ് പോലുള്ള നഗരങ്ങളിൽ കണ്ടെത്തപ്പെട്ട ഈ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ റഷ്യ ഇറാൻ സൈനിക സഹകരണത്തിന്റെ തെളിവായി പാശ്ചാത്യ ലോകം ചൂണ്ടിക്കാണിക്കുന്നു. മൊത്തത്തിൽ 2021 അവസാനത്തോടെ തുടങ്ങി ഇറാനിയൻ സൈനിക ഉപകരണങ്ങൾക്കായി റഷ്യ $4 ബില്യൺ ചെലവിട്ടിട്ടുണ്ടെന്നാണ് പാശ്ചാത്യ സുരക്ഷാ വിലയിരുത്തൽ. പാശ്ചാത്യ രാജ്യങ്ങൾ തന്റെ ആണവ പദ്ധതിയുടെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച സാഹചര്യത്തിൽ 2010 മുതൽ തന്നെ ഇറാൻ റഷ്യയുമായുള്ള ബന്ധം തന്ത്രപരമായി ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ ബന്ധം ഇപ്പോൾ യുദ്ധ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പര ആശ്രയത്വത്തിന്റെ രൂപം കൈവരിച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനകത്ത് തുടർച്ചയായി നടക്കുന്ന പ്രതിഷേധങ്ങളെ സർക്കാർ ശക്തമായി അടിച്ചമർത്തുന്നുവെന്ന വിമർശനങ്ങളും നിലനിൽക്കുന്നു. 2025 ജനുവരിയിൽ ഇറാനും റഷ്യയും തമ്മിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചിരുന്നുവെങ്കിലും അതിൽ പരസ്പര പ്രതിരോധ ഉടമ്പടി ഉൾപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ വർഷം ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളിൽ റഷ്യ ഇറാനെ സൈനികമായി പിന്തുണയ്ക്കുന്നുവെന്ന് തുറന്ന വാഗ്ദാനം ചെയ്തിട്ടുമില്ല. എന്നിരുന്നാലും ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും സാമ്പത്തിക വാണിജ്യ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയെ ബന്ധിപ്പിച്ചുള്ള ഒരു വ്യാപാരപാത വികസിപ്പിക്കുന്നതടക്കം ബാങ്കിംഗ്, സാമ്പത്തിക ഇടപാടുകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ റഷ്യ ഇറാൻ സൈനിക സഹകരണം യുക്രൈനിലെ യുദ്ധത്തിന്റെ ദിശയെ മാത്രമല്ല, ആഗോള ഭൗമരാഷ്ട്രീയ ശക്തി സമവാക്യങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകമായി മാറുകയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാനും പരസ്പര ആവശ്യങ്ങൾ നിറവേറ്റാനും ഇരു രാജ്യങ്ങളും കണ്ടെത്തിയ ഈ വഴികൾ ഭാവിയിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൂടുതൽ കടുത്ത സംഘർഷങ്ങൾക്കും പുതിയ സഖ്യങ്ങൾക്കും വഴിവെക്കുമോ എന്ന ചോദ്യമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.